ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹോളിഡേ റീസെറ്റ് റുട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷനും പ്ലാനിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ് റീസെറ്റ് റുട്ടീൻ ഡേ എന്ന് പറയുന്നത്. ഇന്നത്തെ എൻ്റെ ജോലികളുടെ ലിസ്റ്റ് ഞാനിവിടെ ഓർഡറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഓർഡർ പ്രകാരമായിരിക്കും ഞാൻ എൻ്റെ ഇന്നത്തെ ജോലികൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള റുട്ടീൻ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ കാണാനായിട്ട് ഇഷ്ടമാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എനിക്കത് മനസ്സിലാവും നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസാണ് കൂടുതൽ ഇഷ്ടമെന്ന്. അപ്പോൾ എന്തായാലും അവധി ദിവസം ലേറ്റ് ആയിട്ട് എഴുന്നേറ്റുകൊണ്ട് തന്നെ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡും അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ കറിയുമാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് കുക്കറിൽ 2 വലിയ ഉരുളക്കിഴങ്ങ്, 3 ക്യാരറ്റ്, ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തു. ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഞാൻ ഒരു 2 വിസിലടിച്ചിട്ട് വേവിക്കുകയാണ്. വിസിലടിച്ച് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ പ്രഷറിൽ കുക്കായിക്കോളും. അത് കഴിഞ്ഞാൽ നമുക്കത് കറി വയ്ക്കാനായിട്ട് എടുക്കാം. ഇതിലേക്ക് ഒരു അരപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതിനായിട്ട് 1/2 കപ്പ് നാളികേരം ചിരണ്ടിയിലേക്ക് 2 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു പീസ് പട്ട, ഇത്തിരി പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂണോളം മതി പെരിഞ്ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം, കുറച്ച് മതി പെരിഞ്ജീരകം നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കുക. അധികം ആഡ് ചെയ്യേണ്ട, വല്ലാതെ ഫ്ലേവർ വരും. അത് കഴിഞ്ഞാൽ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളതിലേക്ക് നമുക്ക് വെജിറ്റബിൾസിൽ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ, കോളിഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു, അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം തന്നെ കുറച്ചൊന്ന് വെന്ത് ഇത്തിരി ഉടയുന്ന പോലെ ആയിരിക്കണം. അപ്പോഴാണ് ഈ സ്റ്റൂവിനായാലും വെജിറ്റബിൾ കറിക്കും ടേസ്റ്റ്. നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ചേർത്തിട്ട് കറി അങ്ങനെ ഒന്ന് തിളച്ച് സെറ്റായി വരുമ്പോൾ നമ്മളതിലേക്ക്, ഞാൻ ഇത്തിരി കളർ കുറവ് തോന്നിയുകൊണ്ട് ഞാനൊരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലയുടെ സ്മെല്ല് കുറവ് തോന്നുകയാണെങ്കിൽ ലേശം ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ മുഴുവൻ മസാലകൾ ചേർത്തതുകൊണ്ട് ഗരം മസാലയുടെ പൊടി ചേർക്കണമെന്നില്ല. ലാസ്റ്റ് മല്ലിയിലും കൂടി വിതറിയ ശേഷം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ബ്രെഡിനും അതുപോലെ തന്നെ വെള്ളയപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ ഈ ഒരു കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ കൂടിയാണ് കഴിക്കുന്നത്. ചൂടോടി കൂടി തന്നെ ഈ ഒരു കറി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ റീസെറ്റ് റുട്ടീനിലെ ആദ്യത്തെ കാര്യം നമ്മൾ ചെയ്യാൻ പോവുകയാണ് മീൽ പ്ലാനിങ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് മൺഡേ ടു സൺഡേ എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ലഞ്ചിനും കഴിക്കാൻ പോകണമെന്ന് എഴുതി വെക്കുക. അതിനുശേഷം നമ്മളൊരു ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കുക. എഴുതിയിലുള്ള എന്തെങ്കിലും ഐറ്റംസ് വാങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് ഞാൻ ഫോണിലാണ് എപ്പോഴും എഴുതി വെക്കുക. കാരണം ഫോൺ കൊണ്ട് ഞാൻ എപ്പോഴും പോവും. അപ്പോൾ ഷോപ്പിംഗ് ലിസ്റ്റ് മറക്കാതെ എടുക്കാൻ വേണ്ടി ഫോണിൽ ഞാൻ എഴുതി വെക്കും. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ലിസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ റീസെറ്റ് റുട്ടീൻ. ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ തലേദിവസം എഴുതി വെച്ചിരുന്നു. ആ ഒരു ലിസ്റ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ പിന്നെ എഴുതിയിട്ടുണ്ടായിരുന്നത് വീഡിയോയുടെ സ്കെഡ്യൂൾ. ഇത് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ തൊട്ട് താഴെ ഏതൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു അത് ടിക്കിട്ടു. നെക്സ്റ്റ് വീക്ക് ചെയ്യേണ്ട വീഡിയോസ് ഏതാണെന്ന് ഞാൻ പെൻസിൽ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ മാറ്റങ്ങൾ വരാം, അതാണ് പെൻസിൽ കൊണ്ട് എഴുതിയിരിക്കുന്നത്. ഇതെൻ്റെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ക്ലീനിങ് ലിസ്റ്റാണ്. ആ ഒരു ലിസ്റ്റ് പ്രകാരമാണ് ഞാൻ ആഴ്ചയിൽ ഓരോ ദിവസം ഓരോ റൂംസ് ക്ലീൻ ചെയ്യുന്നത്. തൊട്ട് താഴെയും വീഡിയോ ഏതൊക്കെ ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ്, മന്ത്ലി ലിസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്ലാനിങ് സമയത്ത് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. മീൽ പ്ലാനിങ്, വീഡിയോയുടെ പ്ലാനിങ്, മൊത്തത്തിലുള്ളൊരു ടു ഡു ലിസ്റ്റ്. അപ്പോൾ ഇത്രയും ചെയ്ത് വന്നപ്പോഴേക്കും ഏതാണ്ട് സമയമായി. അപ്പോൾ ഞാനിനി ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ബിരിയാണി തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിനായിട്ട് ഞാൻ കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നെയ്യും അതുകൊണ്ട് കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ കാഷ്യൂ നട്ട്സ്, കിസ്മിസ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ 2 സവാള നൈസായിട്ട് ചോപ്പ് ചെയ്തതും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മളെടുക്കുന്ന അരിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഈ ഐറ്റംസൊക്കെ നമ്മൾ എടുക്കേണ്ടത്. ഞാൻ 6 കപ്പ് അരിക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സവാള നൈസായിട്ട് ചോപ്പ് ചെയ്തത് ഫ്രൈ ചെയ്യുമ്പോൾ അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇതെല്ലാം ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന ഓയിൽ തന്നെ നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് എടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ബാക്കി കറി വെക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്യാനെടുത്ത ഓയിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 5 സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, 3 പച്ചമുളക്. ഇത് ചേർത്ത് നന്നായിട്ട് സവാള നല്ല രീതിക്ക് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് തക്കാളി 2 എണ്ണം വലുത് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തിരിക്കണേ, കാരണം തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ട് അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
സവാളയും തക്കാളിയും വഴറ്റിയ ആ ഒരു ഇതിലേക്ക് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പൊടികളൊന്നും വേറെ ചേർത്തിട്ടില്ല. ചിക്കൻ മാരിനേറ്റ് ചെയ്തിരിക്കുന്നത് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, 1/2 കപ്പ് തൈര്. നമ്മൾ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി നമുക്ക് കാശ്മീരി ചില്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, എരിവ് കുറവായിരിക്കും, കളറും ഉണ്ടായിരിക്കും. പിന്നെ ഒരു പിടി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയിൽ നിന്ന് ഒരു പിടി ഞാൻ അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് അളവുകളിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ നിറച്ച് ഞാൻ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം. നമുക്ക് അത്രയും ഭയങ്കര എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത്രയും ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. അപ്പോൾ അതിൽ നിന്ന് വെള്ളം കുറച്ച് ഇറങ്ങി വന്ന് ചിക്കൻ വേവാനായിട്ട് തുടങ്ങും. നമുക്ക് വെള്ളം പോരായ തോന്നുകയാണെങ്കിൽ നമ്മൾ 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചൂടുവെള്ളം ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ പച്ചവെള്ളം ചേർത്താൽ കറിയുടെ ഇത്രയും നേരം നമ്മൾ ടേസ്റ്റ് ചെയ്ത് വന്നതൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല രീതിക്ക് സോഫ്റ്റായിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ കറി റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിയിലയും കൂടി വിതറിയ ശേഷം വേപ്പിലയും വിതറിയ ശേഷം നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ കറി കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ബിരിയാണിയുടെ റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് വലിയൊരു ബിരിയാണി പോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വിനോദ് കുക്ക്വെയർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഉള്ള പാത്രമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രമാണ്, നല്ല പാത്രമാണ്, സൂപ്പർ ക്വാളിറ്റിയാണ്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് 8 ഏലക്കായ, 8 ഗ്രാമ്പു, 1 പീസ് പട്ട, പിന്നെ ജാതിപത്രി ഉണ്ടെങ്കിൽ ഒരു 2 പീസൊക്കെ നമുക്ക് ഇടാം. അതോടൊപ്പം തന്നെ 2 ബേ ലീവ്സ്. അതൊക്കെ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ 6 കപ്പ് ബിരിയാണി റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 12 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വെള്ളം നന്നായി തിളയ്ക്കണം. അതിന് ശേഷമാണ് അരി ചേർക്കാനായിട്ട് പാടുള്ളൂ. നമ്മൾ ചെറിയ ജീരകശാല അരിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ആ അരി വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് ചേർത്തിട്ട് നമ്മളതിലേക്ക് ഒരു 1/2 നാരങ്ങ പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് ബിരിയാണിക്ക് നല്ല ഫ്ലേവറും കിട്ടും, നല്ല കളറൊക്കെ കിട്ടും. അപ്പോൾ 1/2 നാരങ്ങയും കൂടി പിഴിഞ്ഞ് ചേർത്ത ശേഷം ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വെള്ളം നന്നായി തിളച്ച ശേഷം നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന 6 കപ്പ് അരി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം നല്ല രീതിക്ക് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. 6 കപ്പ് അരിയാണ് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുതിർത്തൊന്നും വയ്ക്കേണ്ട കാര്യമില്ല, നമ്മളത് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ അരിയാണ്, നമ്മൾ നെയ്ച്ചോറിനൊക്കെ എടുക്കുന്ന അരി ആയതുകൊണ്ടാണ് വെള്ളത്തിൽ പ്രത്യേകിച്ച് കുതിർത്ത് വെക്കാതിരുന്നത്. 1 ടീസ്പൂൺ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയും കൂടി അതിൽ ചേർത്ത് കൊടുത്താൽ ബിരിയാണിക്ക് നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത് വെള്ളം ഏകദേശം വെറ്റി നല്ല രീതിക്ക് ഇടയ്ക്കൊന്ന് നമ്മൾ തുറന്ന് നോക്കുക. ലാസ്റ്റ് നമ്മുടെ റൈസ് ഫുള്ളായിട്ട് ആ പോട്ട് നിറയുന്ന രീതിയിൽ അത്രയും റൈസ് വന്നിട്ടുണ്ട്, നല്ല കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഗാർണിഷിങ്ങിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ഫ്രൈ ചെയ്ത സവാളയും മല്ലിയിലയും കൂടി ചേർക്കുക. ഇതെല്ലാം നമ്മൾ ചേർത്ത ശേഷം നമ്മൾ അതിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് അല്പം നെയ്യ്, ഒരു സ്പൂൺ നെയ്യ് മുകളിൽ ഇങ്ങനെ തൂവി കൊടുത്തിട്ട് ഇത്തിരി ബിരിയാണി മസാലയോ ഗരം മസാലയോ കൂടി ലേശം ഇട്ട് കൊടുക്കുക. കളറ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ച് പാലിൽ കലക്കിയിട്ട് നമ്മൾ ബിരിയാണിയുടെ ആ റൈസിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ഹോൾസ് പോലെ ആക്കിയിട്ട് അതിലൊഴിച്ച് കൊടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് എടുക്കുമ്പോൾ ആ ഒരു യെല്ലോ കളർ കുറച്ച് അവിടെ ഇവിടെയൊക്കെ വരും. ഞാൻ യെല്ലോ കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അധികം. ആ രീതിക്കാണ് നമ്മൾ ബിരിയാണി ചെയ്തിട്ടുള്ളത്. 12:30 നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇതൊക്കെ ക്ലോസ് ചെയ്ത് ഇവിടെ തന്നെ വെക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ നല്ല ഫ്ലേവർ കിട്ടും. അപ്പോഴേക്കും നമുക്ക് ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബിരിയാണി കഴിക്കുമ്പോൾ എനിക്കിഷ്ടം വൈകുന്നേരം ആകുമ്പോഴേ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ തോന്നാം. കാരണം എനിക്ക് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഞാൻ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ കഴിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അത്രയും നേരം ആ കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ടയേർഡും പിന്നെ ആ കറിയുടെയൊക്കെ സ്മെല്ല് ഇങ്ങനെ നമുക്ക് വന്ന് കഴിക്കാൻ അത്ര തോന്നില്ല. അതുകൊണ്ട് തന്നെ വൈകുന്നേരമാണ് സാധാരണ ഞാൻ ആസ്വദിച്ച് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഫുഡൊക്കെ കഴിക്കാറുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ആ ഫീലിംഗ് ഉണ്ടാവാറുണ്ടോ? അപ്പോൾ എന്തായാലും പപ്പടം ഫ്രൈ ചെയ്തു, സലാഡും കൂടി ഉണ്ടാക്കി, നാരങ്ങ അച്ചാറാണ് പെർഫെക്റ്റ് കോമ്പിനേഷൻ. അതും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല സെറ്റായിട്ടുണ്ട്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. റൈസ് വൈറ്റ് കളറും കുറച്ച് അവിടെ ഇവിടെയൊക്കെ യെല്ലോ കളർ ഉണ്ടെന്നുള്ളൂ.
നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അരിയൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നു, ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പം ഇനി എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ടി വി കണ്ടിരിക്കും. ഇത്തിരിയേറെ റെസ്റ്റ് എടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഹോളിഡേ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അന്നത്തെ ജോലിയിൽ, എൻ്റെ റീസെറ്റ് റുട്ടീനിൽ അടുത്ത ജോലിയായിരുന്നു ബെഡ്റൂം ഡീപ്പ് ക്ലീനിങ്. അപ്പോൾ ബെഡ്റൂം നമ്മൾ കഴിഞ്ഞ സാറ്റർഡേ ആണ് ഡീപ്പ് ക്ലീനിങ് ചെയ്തത്. നമ്മൾ ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നും നമ്മൾ അത് തന്നെയാണ് ചെയ്യണത്. കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്ത കുറച്ച് ജോലികൾ നമ്മൾ ഇന്ന് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മുടെ വർക്ക് ഇന്ന് പെട്ടെന്ന് തന്നെ ഡീപ്പ് ക്ലീനിങ് കഴിയും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഷെൽഫുകളും ഇരിക്കുന്ന ചെറിയ ഡെക്കോർ ഐറ്റംസ്, പ്രയർ ഏരിയ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ എന്നും ചെയ്യുന്ന പോലെ ഈ ഒരു ഡസ്റ്റർ ഉപയോഗിച്ചിട്ട് മാറാലയൊക്കെ ഉണ്ടെങ്കിൽ തട്ടികളയാണ്. ഇന്ന് നമ്മൾ സീലിങ്ങിലുള്ള മാറാല, ഫാൻ്റെ ക്ലീനിങ്, ജനാലയമേ ഫുള്ളായിട്ടും വൈപ്പ് ചെയ്ത് തുടയ്ക്കൽ എന്നീ 3 ജോലി ചെയ്യുന്നില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ചയ്ക്ക് അത്രയ്ക്കധികം ഒന്നും അങ്ങനെ അഴുക്ക് പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് അത് ചെയ്താൽ മതി. ഈ ആഴ്ച നമ്മൾ ആകെ ചെയ്യുന്നത് ഈ ഒരു ഷെൽഫുകളൊക്കെ ഒന്ന് പൊടി തുടയ്ക്കുന്നുണ്ട്, ജനാല ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്യൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓർഡറായിട്ട് കറക്റ്റായിട്ട് ക്ലീനിങ് ചെയ്തു പോയാൽ ക്ലീൻ ചെയ്യാൻ അധികം ഉണ്ടായിരിക്കില്ല. ഡെയിലി നമുക്ക് കാണുമ്പോൾ തോന്നും അധികം വൃത്തികേടൊന്നും ആയിട്ടില്ലല്ലോ, എന്തിനാ വെറുതെ ക്ലീൻ ചെയ്യണേന്ന്. പക്ഷേ നമ്മൾ അന്നും ക്ലീൻ ചെയ്യുക. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ് വല്ലാതെ ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. അപ്പോൾ കഴിഞ്ഞ വട്ടം ക്ലീൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇന്നത്തെ ദിവസം ക്ലീനിങ് ഈസി ആയത്. അപ്പോൾ ഈ ജനാലാമയും ഈ ഡസ്റ്റർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ജസ്റ്റ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്, പൊടി തട്ടിക്കൊണ്ടിരിക്കുകയാണ്. മൈക്രോ ഫൈബറിൻ്റെ ഡസ്റ്റർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിക്ക് പൊടി അതുമ്മേക്ക് പിടിക്കും, നമുക്ക് ഈസിയാണ് ക്ലീനിങ്. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമ്മുടെ റൂമുകളിലെ ജനാലകളൊക്കെ തുറന്ന് നല്ല ഫ്രഷ് എയർ റൂമിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ റൂമിലുള്ള ഇനി മണങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോവാനും നല്ല ഒരു ഇത് കിട്ടും, നമുക്ക് വൈബ് കിട്ടും. റൂം ഫുള്ളായിട്ട് നല്ല വെളിച്ചവും കാര്യങ്ങളും. അപ്പോൾ അന്നത്തെ ദിവസം അത്ര മഴ ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ, ഭയങ്കര ഒരു മഴ ദിവസം ആയിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് ഒരു ചൂടും കാര്യങ്ങളൊക്കെ നമ്മുടെ റൂമിലോട്ട് കിട്ടി. എടുത്ത ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ഷെൽഫുകളിലോട്ടും അതുപോലെ തന്നെ ടേബിൾ മേലെ ഐറ്റംസൊക്കെ നമുക്ക് പഴയ പോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. പറ്റാവുന്ന നമ്മുടെ റൂമിൽ അധികം ഐറ്റംസ് ഇല്ലാതിരുന്നാൽ ക്ലീനിങ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷേ ആ ഒരു അഡ്വൈസ് പറയാൻ പറ്റിയ ഒരാളായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഐറ്റംസൊക്കെ ടേബിളും ഒക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കതാണ് ഇഷ്ടം. ചേട്ടനായാലും ഓരോ ഐറ്റംസൊക്കെ എടുക്കേണ്ടതൊക്കെ അവിടെ തന്നെ കാണുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താ കംഫർട്ടബിൾ, നമുക്ക് എന്താ മനസ്സിന് സന്തോഷം നൽകുന്നത്, ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും റൂമിന് ഫുള്ളായിട്ടും അടിച്ച് വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരോ മിഠായി കവറൊക്കെ ബെഡിൻ്റെ ഇടയിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കട്ടിൽ നീക്കിയിട്ട് അടിക്കുന്നൊന്നുമില്ല, കാരണം നല്ല കനണ്ട്, എനിക്ക് ഒറ്റയ്ക്കൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഈ ഒരു ടേബിളും നീക്കാൻ പറ്റില്ല. പക്ഷേ ആ ടേബിളിൻ്റെ അടിയിലോട്ട് പൊടി പോവില്ല. അതെന്താണെന്ന് വെച്ചാൽ അത് ഫുള്ളായിട്ടും ഫ്ലോറിൽ താഴെ മുട്ടി നിൽക്കുന്ന രീതിയിൽ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിച്ചു വാരാൻ അത് നീക്കാനും പറ്റില്ല, നല്ല വെയിറ്റാണ്. രണ്ടാമത്തെ കാര്യം അതിൻ്റെ അടിയിലേക്ക് പൊടി അധികം പോവില്ല എന്നുള്ളൊരു ഗുണമുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടും അവിടെ അടിച്ചു വാരിയ ശേഷം ഞാൻ ഇവിടെ തുടയ്ക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ അടിച്ചു വാരുമ്പോൾ മുടി എപ്പോഴും ഇങ്ങനെ നിലത്ത് പറന്ന് നടക്കും. ഇങ്ങനത്തെ ഒരു ബ്രൂമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈസിയാണ്. ഇങ്ങനത്തെ ചൂലിനേലും ഇതുമ്മേ പെട്ടെന്ന് നമുക്ക് മുടി നിലത്ത് കിടക്കുന്നത് പിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഫുള്ളായിട്ടും അടിച്ചു വാരിയ ശേഷം ഞാൻ നേരത്തെ അന്ന് കഴിഞ്ഞ വട്ടം പറഞ്ഞിരുന്നു, ഇങ്ങനൊരു ഡസ്റ്റർ വാങ്ങിയ ശേഷം നല്ല എളുപ്പമായി. അതുകൊണ്ട് അടിച്ചു വാരാന്ന് വെച്ചാൽ വേഗം പെട്ടെന്ന് പണി കഴിയും, അടിച്ചു കോരി എടുത്ത് കളയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിനി മോപ്പ് ചെയ്യാം. മോപ്പ് ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും നല്ല സ്മെല്ലുള്ള സൊല്യൂഷൻ, അത് വല്ലാത്ത കെമിക്കലായിട്ടുള്ള ഹാർഷായിട്ടുള്ളതല്ല, ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും സ്മെല്ലുള്ളതാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് ഉപയോഗിക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ ഫ്ലാറ്റ് മോപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു മോപ്പിൻ്റെ തുണി ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഉപയോഗിക്കുന്നത്. മറ്റേ സ്പിൻ മോപ്പ് മാറ്റി ഇതാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഫ്ലോർ ഫുള്ളായിട്ടും തുടയ്ക്കണം. അപ്പോൾ നമ്മൾ ബെഡിൻ്റെ ഒരു സൈഡിലെ ഭാഗം ഞാൻ തുടച്ചുകൊണ്ടിരിക്കുന്നത്, മറുഭാഗത്ത് ഇവിടെ ഇട്ടിരുന്ന ഐറ്റംസൊക്കെ ഞാൻ കൊണ്ടുവച്ചിരിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ പോർഷൻ നമുക്ക് തുടയ്ക്കാം. എല്ലാം കൂടി ഒന്നിച്ച് തുടയ്ക്കാൻ പറ്റില്ല, കാരണം ഐറ്റംസ് ഒന്നും റൂമിൽ നിന്ന് മുഴുവനായിട്ട് പുറത്തേക്കൊന്നും കൊണ്ടുവിടാൻ നമുക്ക് സ്പേസ് ഇല്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ റൂം നല്ല സ്മെല്ലായിട്ടുണ്ടാവും, നല്ല രസമായിട്ടുണ്ടാവും. ഇനി ആകെ നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ള ജോലി അതാണ് ബെഡ്ഷീറ്റ് മാറ്റുക എന്നുള്ളതാണ്. പതുക്കെ ബെഡ്ഷീറ്റ് എടുത്തിട്ട് മാറ്റുക, പൊടിയൊക്കെ ഉണ്ടാവും അതുമേ. അപ്പോൾ അത് പതുക്കെ മാറ്റിയിട്ട് നമ്മുടെ പുതിയ ഷീറ്റ് വിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വിരിക്കുന്ന ഷീറ്റ്, ഇത് ചേട്ടൻ ഉപയോഗിച്ചിരുന്ന ഷീറ്റാണ് പുറത്തായിരുന്ന സമയത്ത്. അപ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് പഴയ ബെഡ്ഷീറ്റാണ്, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഓൺലൈനിലൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ, കാരണം ഇത് നാട്ടിൽ നിന്ന് മേടിച്ചതല്ല. അതുകൊണ്ടാണ് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ഏത് പ്രൊഡക്റ്റിൻ്റെ ആയാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. നിങ്ങളെ ചെക്ക് ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ കിട്ടും. അപ്പോൾ ഇതെന്തായാലും അങ്ങനെ ഓൺലൈനിൽ കിട്ടുന്നില്ല കേട്ടോ.
ഞാനിനി എന്തായാലും ബെഡ്ഷീറ്റും പില്ലോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നേരത്തെ അവിടെ നിന്ന് എടുത്ത ഐറ്റംസൊക്കെ തിരിച്ച് വെക്കുകയാണ്. നമ്മൾ പുതപ്പ് ഇതുമ്പോൾ തന്നെ മടക്കി അവിടെ തന്നെ വെക്കുകയാണ്. കംഫർട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ബെഡ്ഷീറ്റിന് മാച്ച് ഒന്നല്ല, എന്നിരുന്നാലും അത് നമ്മൾ ഫോൾഡ് ചെയ്ത് അവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് അലമാരകളും ചെറിയ അലമാര അതുപോലെ ടേബിളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നമ്മൾ തിരിച്ച് പഴയ പോലെ യഥാസ്ഥാനത്ത് തന്നെ വെക്കുകയാണ്. അപ്പോൾ അതിന്മേൽ ഞാൻ പൊടി തുടച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മുകളിൽ. അപ്പോൾ ഞാനൊന്ന് സ്പ്രേ ചെയ്തൊന്ന് വൈപ്പ് ചെയ്തും കൂടിയിട്ട് എടുക്കുന്നുണ്ട്. ആ കോർണറിൽ വെച്ചത് കൊണ്ട് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അവിടെ തുടയ്ക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ അത് ഫുള്ളായിട്ടും ഞാൻ തുടച്ചെല്ലാം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ദിവസം എനിക്ക് സമയം അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽഫുകളുടെ ഉള്ളിലും കൂടിയൊക്കെ ഒന്ന് ഒതുക്കും. അപ്പോൾ അത് ഓരോ ദിവസവും എനിക്ക് നേരെ അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും എനിക്ക് നേരമില്ല, അപ്പോൾ ഞാൻ ഉൾഭാഗം അലമാരകളിൽ ഒതുക്കുന്നില്ല. ചെയറും കൂടി അവിടെ സെറ്റ് ചെയ്ത ശേഷം കട്ടിലിൻ്റെ മറുവശമുള്ള ഭാഗത്താണ് ഞാൻ ഈ ഐറ്റംസ് വെച്ചിരുന്നത്. അവിടെയും കൂടി അടിച്ച് അവിടെ തുടയ്ക്കണം. തുടച്ചിട്ട് ഫാൻ ഫുള്ളിൽ ഇട്ട് വയ്ക്കുക. നല്ല രീതിക്ക് ഫ്ലോറ് ഉണങ്ങി കഴിഞ്ഞാൽ നമ്മുടെ റൂം നല്ല ഫ്രഷും നല്ല സ്മെല്ലൊക്കെ ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ടാവും. ഇനി അടുത്തതായിട്ട് നമ്മുടെ റീസെറ്റ് റൊട്ടീനിലെ നമ്മുടെ ജോലി എന്ന് പറയുന്നത് മീൽ പ്രപ്പാണ്. അതായത് മീൽ പ്രപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണം വയ്ക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ അതിൽ എപ്പോഴും എടുക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ളത് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതൊക്കെ നമ്മൾ എപ്പോഴും എടുക്കുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നാക്കി വെക്കും. ഇഞ്ചി ഞാൻ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടാണ് വെക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതെല്ലാം തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനാവശ്യം ഒരാഴ്ചയ്ക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ ഇത് എടുത്തിട്ടുള്ളൂ. അത് മാത്രമേ നന്നാക്കിയും അരച്ചൊക്കെ വെക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യണതിനൊപ്പം തന്നെ മക്കളെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ ഒക്കെ നമുക്കിങ്ങനെ ചെയ്യാം. ടി വി കണ്ടിരിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് നമ്മൾ നന്നാക്കി വെച്ചാൽ നമുക്ക് ആ ഒരു വീക്കിൽ കറികളൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് പരിപാടി കഴിയും. അതുപോലെ തന്നെ ഒരു തേങ്ങയും ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങ പിന്നെ നമ്മളിങ്ങനെ ഒന്നരാടം വെച്ചിട്ട് ഓരോ തേങ്ങ ചിരണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനനുസരിച്ച് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇഞ്ചി അരച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് വെക്കാറ്. പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഡബ്ബയിലാക്കി ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഏകദേശം 6:45 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി പഠിക്കാനായിട്ടിരിക്കുകയാണ്. അവർ പഠിക്കാനായിട്ടിരിക്കുമ്പോൾ അവരുടെ ബാഗിലെ ബുക്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ അവർ റൂമൊക്കെ അവർ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെ ഞാൻ ആ റൂമിൽ ചെല്ലുമ്പോൾ അവർ ചെയ്തിട്ടുണ്ടാവേണ്ട കാര്യങ്ങളാണ്. ഞാൻ വേറെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെയ്തിട്ടില്ലെങ്കിൽ അവരോട് അത് ചെയ്യാനായിട്ട് പറയും. അന്നത്തെ ദിവസം പിന്നെ അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും അവർ റൂം ചെയ്തില്ല. സാറ്റർഡേ ആണ് അവരും റൂം ക്ലീൻ ചെയ്യാറ്, അല്ലെങ്കിൽ സൺഡേ ഒക്കെ. അപ്പോൾ ചെയ്യാതിരുന്നതിൻ്റെ കാര്യം അവർക്ക് മിഡ് എക്സാം വരുന്നതുകൊണ്ട് പഠിക്കാനൊക്കെ ഉള്ള കാരണം ബിസി ആയിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം നമ്മുടെ അവസാനിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.